സുഹൃത്തുക്കളെ, പി വി അൻവർ എന്താണ് ലക്ഷ്യം വെക്കുന്നത്? എന്താണ് പി വി അൻവർ ഉന്നം വെക്കുന്നത്? അത് യു ഡി എഫ് പ്രവേശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണോ? ഇങ്ങനെ പലതരം ചർച്ചകളും സംശയങ്ങളും നേരത്തെ തന്നെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞതാണ്. പക്ഷേ അതിനൊക്കെ ഒരു പരിധിവരെ ഉത്തരം നൽകുന്നതാണ് ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന പി പി വാസുദേവൻ എന്ന സി പി എമ്മിൻ്റെ മലപ്പുറത്തെ ഏറ്റവും തലമുതിർന്ന നേതാവിൻ്റെ പ്രതികരണം എന്ന് തന്നെ പറയേണ്ടി വരും. അദ്ദേഹം ഫേസ്ബുക്കിലാണ് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭീഷ്മ പിതാമഹനെ വീഴ്ത്തിയത് ശിഖണ്ഡിയെ മുന്നിൽ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ്. അതായത് ഉന്നം എന്ത് എന്ന് വ്യക്തമാണ് എന്നുകൂടി അദ്ദേഹം പറയുകയാണ്. ജാഗ്രത വേണം, അതായത് ഉന്നം വേറെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ജാഗ്രത വേണം എന്ന് പറയുന്നത്. തൊട്ട് പിന്നാലെ അദ്ദേഹം മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഉന്നയിക്കുന്നുണ്ട്. ആർക്കും ആരെയും പകരം വെക്കാം, ഞാനതിന് ഉത്തരവാദിയല്ല. ഞാൻ പറഞ്ഞത് ഒരാളെയോ ഒരു പ്രശ്നത്തെയോ മാത്രം മനസ്സിൽ കണ്ടല്ല. ഏത് പ്രശ്നമെടുത്താലും അത് അവസാനം എവിടെയാണ് ചെന്ന് നിൽക്കുന്നത് എന്ന് ആർക്കാണ് അറിയാത്തത്? സംശയം ഉന്നയിക്കുന്നത് മനസ്സിലാകാത്തത് കൊണ്ടല്ല, ആത്മനിഷ്ഠമായ സ്വന്തം നിലപാടിൻ്റെ ഭാഗമാണ്. ഉറങ്ങുന്നവരെ ഉണർത്താം, എന്നാൽ ഉറക്കം നടിക്കുന്നവരെയോ? ഈ പ്രശ്നത്തിൽ ഇനി കൂടുതലൊന്നും പറയാനില്ല. അതായത് പി പി വാസുദേവൻ മലപ്പുറത്തെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള സി പി എമ്മിൻ്റെ നേതാക്കളിൽ ഒരാളാണ്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് പല വിഷയങ്ങളുണ്ട്. ഒന്ന്, താൻ ഇത് വ്യക്തിപരമായി ഒരു നിലപാട് പറയുകയാണ്, ആത്മനിഷ്ഠമായ സ്വന്തം നിലപാടിൻ്റെ ഭാഗമായാണ് ഇക്കാര്യങ്ങൾ എന്ന് പറയുന്നു. അതിൻ്റെ തൊട്ട് മുമ്പുള്ള പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് ശിഖണ്ഡിയെ മുൻനിർത്തിയാണ് കളി നടക്കുന്നത് എന്നുള്ളതാണ്. അതായത് പി വി അൻവറിനെ മുൻനിർത്തി ചില നീക്കങ്ങൾ നടക്കുകയാണ് എന്നുള്ളത്. രണ്ടാമത്തെ പോസ്റ്റിൽ അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ഏത് പ്രശ്നവും ചെന്ന് അവസാനിക്കുന്നത് എവിടെയാണ് എന്ന് മനസ്സിലാക്കണം എന്നുള്ളതാണ്. അതായത് ഒരിടത്ത് തന്നെയാണ് എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുന്നത്. ഇതിനു മുൻപുള്ള അദ്ദേഹത്തിൻ്റെ ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹം തീർത്തും പിണറായി വിജയനെ അനുകൂലിക്കുന്ന ഒരു നിലപാടാണെന്നും പല പ്രശ്നങ്ങളും സംസ്ഥാനത്ത് ഉന്നയിക്കപ്പെടുന്നതും ആരോപിക്കപ്പെടുന്നതും എല്ലാം അത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്ന് കൃത്യമായി പറയുകയാണ്. അതിൻ്റെ തൊട്ട് മുന്നിലുള്ള പോസ്റ്റിൽ അദ്ദേഹം മാധ്യമപ്രവർത്തകരെ വിമർശിക്കുന്നുണ്ട്. എല്ലാ ലക്ഷ്യങ്ങളും, ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ADGP പ്രശ്നം, അല്ലെങ്കിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അതിൻ്റെ അവസാനം ചെന്നെത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതായത് ഇടത് മന്ത്രിസഭയെയാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഈ പി വി അൻവർ വിവാദം ലക്ഷക്കണക്കിന് പാർട്ടിക്കാരുടെ വികാരമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പി വി അൻവർ തന്നെ അവതരിപ്പിക്കുമ്പോൾ നിരവധി സൈബർ സഖാക്കളൊക്കെയും അത് ഉയർത്തുമ്പോൾ താൻ അടിമുടി പാർട്ടിയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അൻവർ മറ്റൊരു രാഷ്ട്രീയ നീക്കം നടത്തുകയാണ് എന്ന് കൃത്യമായി പറയുകയാണ്. അൻവറിന് പിന്നിൽ ആളുണ്ട് എന്ന് പറയുകയാണ്. അദ്ദേഹം നേരത്തെ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നിന്നൊക്കെ പലതിൽ നിന്ന് വ്യക്തമാകുന്നത് പ്രതിപക്ഷം ഇതിന് പിന്നിലുണ്ട്, കേരളത്തിലെ മാധ്യമങ്ങൾ അതിനെ ഓരോന്നിനെയും അദ്ദേഹം ഓരോ തരത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് വിശദമായി. സംഘപരിവാറുണ്ട്, അതായത് ഈ സർസംഘചാലകിൻ്റെ കാര്യങ്ങളടക്കം, ഈ പൂരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളടക്കം, അങ്ങനെ എല്ലാവരും ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറയുന്നത് അതൊരു പൊളിറ്റിക്കൽ പോസ്റ്റാണ്. അതിനുശേഷം വന്ന പോസ്റ്റാണ് വളരെ പ്രധാനപ്പെട്ടത്, ശിഖണ്ഡിയെ മുൻനിർത്തി ഉള്ള കളി എന്ന്. ശിഖണ്ഡിയെ മുൻനിർത്തി പാണ്ഡവ കൗരവ യുദ്ധം നടക്കുമ്പോൾ മുൻനിർത്തി കളിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ആളുണ്ട് എന്നുള്ളതാണ്. അതായത് പി വി അൻവറിന് പിന്നിൽ ആളുണ്ട് എന്നുള്ളതാണ്. ഒരു പരിധിവരെ അതാരാണ് എന്ന സൂചന അദ്ദേഹം നൽകുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. അവിടെയാണ് ശ്രദ്ധേയമായ മറ്റ് പല നീക്കങ്ങളും വാദങ്ങളും ഒക്കെ വരുന്നത്. പല രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് സി പി എമ്മിലെ തന്നെ ഒരു പ്രബല വിഭാഗമാണ് എന്നുള്ളതാണ്. സി പി എമ്മിൽ എല്ലാ കാലത്തും രണ്ട് ഗ്രൂപ്പുകളുണ്ട്. ഒരു കാലത്ത് VS പിണറായി ഗ്രൂപ്പാണെങ്കിൽ അതിനു മുൻപ് VSനെതിരെ പല നീക്കങ്ങളും ഉണ്ടായിരുന്നു. VS വെട്ടിനിരത്തൽ, പാലക്കാട് സമ്മേളനത്തിലടക്കം വെട്ടിനിരത്തി, തനിക്കെതിരായവരെല്ലാം വെട്ടിനിരത്തിയ കാഴ്ച കണ്ടതാണ്. അങ്ങനെ ഒരു വെട്ടിനിരത്തലാണ് സി പി എമ്മിൻ്റെ കഴിഞ്ഞ കുറേ കാലമായുള്ള ശൈലി എന്നത്. എനിക്ക് തോന്നുന്നു പാലക്കാട് സമ്മേളനം മുതൽ അതാണ് ശൈലി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു നേതാവിലേക്ക് കാര്യങ്ങൾ ചുരുങ്ങുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകാറുണ്ട്. പിണറായി ഭരണമാണ്. 98-ൽ ചടയൻ ഗോവിന്ദൻ മാറിയത് മുതൽ പിന്നീട് പിണറായിയുടെ പാർട്ടി സെക്രട്ടറി ആകുന്നു. അതിനുശേഷം VS മുഖ്യമന്ത്രി ആയെങ്കിൽ പോലും അപ്പോഴും അതിശക്തനായ പാർട്ടി സെക്രട്ടറിയായി നിൽക്കുന്നു. പിന്നീട് അദ്ദേഹം പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് കൊടിയേറി ആ സ്ഥാനത്തേക്ക് വരുമ്പോൾ പോലും പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രി പദവിയിലേക്കാണ് എത്തുന്നത്. അതായത് അധികാര കേന്ദ്രമായി പിണറായി ഭരിക്കുന്നു.
വർഷങ്ങളായി ഏതാണ്ട് ഒരുപക്ഷെ പതിറ്റാണ്ടുകളായി ഭരിക്കുന്നു എന്ന് തന്നെ CPM-നെ ഭരിക്കുന്ന നേതാവാണ് പിണറായി വിജയൻ എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ ഒരു നേതാവിനെതിരെ CPM-നുള്ളിൽ വലിയ അതൃപ്തിയുണ്ട്. പ്രത്യേകിച്ച് മാസപ്പടി കേസ് അടക്കമുള്ള തുടർച്ചയായ ഒരുപാട് വിവാദങ്ങളിൽ പാർട്ടി അംഗങ്ങൾ താഴേക്കിടയിൽ പാർട്ടി അനുഭാവികൾ താഴേക്കിടയിൽ ഉത്തരം പറയേണ്ടി വരുന്ന ഒരുപാട് സംഭവ വികാസങ്ങൾ തുടർക്കഥയാകുന്ന ഒരു കാലത്തു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. പിണറായി ശരിയല്ല എന്ന് ചിന്തിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട് എന്നുള്ളത് ഒരു പരിധിവരെ അങ്ങനെ CPM-കാരും പരസ്യമായി പറയാറില്ല. പക്ഷേ രഹസ്യമായുള്ള കൂടിക്കാഴ്ചകളിൽ സംഭാഷണങ്ങളിലൊക്കെ അത് സമ്മതിക്കാറുണ്ട്. ഇതെന്താണ് ചെയ്യുന്നത് എന്നതടക്കമുള്ള നിരവധി കാര്യങ്ങൾ. ഇപ്പോൾ പോലീസിലെ തന്നെ കെട്ടഴിഞ്ഞ ഭരണമാണ്. അപ്പോൾ മുഴുവൻ കാര്യങ്ങളും ഈ സർക്കാരിനെ, രണ്ട് പിണറായി സർക്കാരുകൾക്കും പഴി ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടി വന്നത് ആഭ്യന്തര വകുപ്പിൽ നിന്നാണ്. അപ്പോൾ പോലീസിൻ്റെ മേലൊരു നിയന്ത്രണമില്ല. ഇപ്പോൾ രമൺ ശ്രീവാസ്തവയെ പോലും പോലീസിൻ്റെ കാര്യത്തിൽ ഉപദേശകനായി പ്രതിഷ്ഠിക്കുമ്പോൾ രമൺ ശ്രീവാസ്തവ CPM-ന് അത്ര പ്രിയപ്പെട്ട ആളായിരുന്നില്ല. അങ്ങനെ പലരെയും ഉപദേശകരായി പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് പിണറായി ആദ്യ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയത്. അവിടെ ഒരുപാട് സീനിയർ ലീഡേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. രണ്ടാം പിണറായി സർക്കാരിൽ പക്ഷേ ബാക്കി എല്ലാവരും നേരത്തെയുള്ള സീനിയേഴ്സിനെ അപേക്ഷിച്ച് ജൂനിയേഴ്സാണ് എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് അങ്ങനെ ഒരു ചേരി ഇപ്പോൾ EP ജയരാജൻ പുറത്താണ്, P ജയരാജൻ ഫലത്തിൽ ഈ ഒരു അധികാര കേന്ദ്രത്തിൻ്റെ ഭാഗമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ പല നേതാക്കളും AK ബാലൻ മുഴുവൻ പിണറായി സ്തുതിയാണ് പറയുന്നതെങ്കിൽ പോലും അദ്ദേഹത്തിന് ഈ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കിയത് അടക്കമുള്ള കാര്യങ്ങളിൽ കടുത്ത അതൃപ്തിയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ EP ജയരാജനെ സംബന്ധിച്ച് EP ജയരാജനേക്കാൾ ജൂനിയറായ വിജയരാഘവനെ പോളിറ്റ് ബ്യൂറോയിൽ എത്തിച്ചതിൽ മുതൽ അദ്ദേഹത്തിൻ്റെ അതൃപ്തി തുടരുകയാണ് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇങ്ങനെ അതേപോലെ MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നു. പാർട്ടി സെക്രട്ടറി ആകുക എന്നുള്ളതായിരുന്നു EP ജയരാജൻ്റെ സ്വപ്നം. അതും ഫലത്തിൽ നടക്കാതെ പോകുന്ന സ്ഥിതിവിശേഷമുണ്ട്. അവിടെയെല്ലാം PV അൻവറിനെ പോലെ ഒരാളെ കളത്തിലിറക്കി കളിക്കുന്നത് CPM-ആണ് എന്ന സംശയം അവിടെ ഉയർന്നു നിൽക്കുകയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം PP വാസുദേവൻ പറഞ്ഞതുപോലെ നേരെ കൊണ്ടു ചെന്ന് കൊള്ളുന്നത് ആത്യന്തികമായി അത് മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ്, അത് കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ പിടിപ്പുകേട് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലത്തു കൂടിയാണ് സഞ്ചരിച്ചു പോകുന്നത് എന്നത് വലിയൊരു യാഥാർത്ഥ്യമായി നിൽക്കുകയാണ്. എന്തായാലും ഇതിന് പിന്നിൽ അങ്ങനെ പ്രതിപക്ഷത്തിന് വളരെ എളുപ്പത്തിൽ PP അൻവറിനെ ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. കാരണം PV അൻവർ ഒരു ബിസിനസ്സുകാരനൊക്കെ കൂടിയാണ്. അപ്പോൾ പലരുമായും പല ഡീലിങ്സും PV അൻവറിന് ഉണ്ടായേക്കാം. അതിൽ PV അൻവർ ഒരു വളരെ രാഷ്ട്രീയ കൃത്യതയോടെ വ്യക്തതയോടെ നിൽക്കുന്ന ഒരാളാണ് എന്ന് കരുതാൻ വയ്യ. പ്രത്യേകിച്ച് PV അൻവർ ഒരു പാർട്ടി അംഗമല്ല എന്നാണ് MV ഗോവിന്ദൻ തന്നെ അദ്ദേഹത്തോടുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് PV അൻവർ അങ്ങനെ ചെയ്യാൻ പാടില്ല, പാർലമെൻ്ററി പാർട്ടിയിൽ ഉള്ളതുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നത്. എന്തായാലും ADGP അടക്കം RSS മേധാവിയെ കണ്ടതും അതിലും തങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്ന് പറയുമ്പോൾ സർക്കാരാണ് പരിശോധിക്കേണ്ടതെന്ന് പറയുമ്പോൾ സംശയങ്ങൾ തുടരുകയാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? PP വാസുദേവൻ പറഞ്ഞത് ശരിയാണോ? എന്താണ് നിങ്ങളതിനെ കാണുന്നത്? കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. മറ്റ് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം. നന്ദി.